നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിരവധി സംശയങ്ങളാണ്. പല അവയവങ്ങളുടെയും വളർച്ചയൊക്കെ അവർ കൗതുകത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. അതിലൊന്നാണ് പല്ലിൻ്റെ വളർച്ച. പല്ല് എപ്പോൾ വരുമെന്നത് സംശയം, വൈകിയാൽ പേടി, പിന്നെ പല്ലെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന സംശയം, എപ്പോൾ ഡോക്ടറെ കാണണം, നിരവധി സംശയങ്ങൾ. നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ പീഡിയാട്രിക് ഡെന്റിസ്റ്റായ ഡോക്ടർ അമീറ അഹമ്മദ് ഇസ്മായിൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് പല ടെൻഷൻസാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു കൊച്ചിന് ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ പല്ല് കാണുന്ന കുട്ടികളുണ്ട്, ചില കുട്ടികൾക്ക് ഒരുപാട് വൈകുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു സ്വാഭാവികമായിട്ട് പല്ല് വന്നു തുടങ്ങുന്നത്? ഏകദേശം ഒരു 5-6 മാസം ആകുമ്പോഴത്തേക്ക് പല്ല് വരാൻ തുടങ്ങും. അപ്പം ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ പല്ലുണ്ടാവാറുണ്ട്. അത് നോർമലാണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല. ആകെ ഫീഡിങ് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പരിഹാരമുണ്ട്. ഒരു 24 മാസം വരെ പല്ലുകൾ ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ആവും. 20 പല്ലുണ്ടാവും. പ്രൈമറി ടീത്ത് 20 എണ്ണമാണ്. അപ്പം 24 മന്ത്സിൽ ഫുൾ സെറ്റ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ലേറ്റ് ആയാലും അത് കുഴപ്പമില്ല, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. ചില കുട്ടികൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ പ്രസവിക്കുമ്പോൾ തന്നെ ഒരു പല്ലുണ്ടായിരുന്നു, 2 പല്ലുണ്ടായിരുന്നു കുഞ്ഞിനെന്ന്. അത് എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് വരുന്നത്? ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്? സ്വാഭാവികമായിട്ട് കാണുന്ന ചാൻസ് കുറവാണ്, എന്നാലും കാണുന്ന കാര്യങ്ങളാണ്. ചില സിൻഡ്രോംസിന് അങ്ങനെ ഉണ്ടാവും. ചില അസോസിയേറ്റഡ്, ഇപ്പം ഡൗൺ സിൻഡ്രോം, അങ്ങനെ എന്തെങ്കിലും സിൻഡ്രോംസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണാറുണ്ട്. അല്ലാതെ നോർമലായിട്ട് ഫാമിലിയിൽ ആ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിന് ചാൻസ് കൂടുതലാണ്. അത് വലിയ സീരിയസ് കാര്യമൊന്നുമല്ല. അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പരിഹാരം കാണാവുന്നതാണ്. ഡോക്ടർ, മറ്റൊരു കാര്യം, ഈ മിൽക്ക് ടീത്ത് എന്ന് ഡോക്ടർമാരൊക്കെ എപ്പോഴും പറയുന്നേക്കാം. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഈ മിൽക്ക് ടീത്ത് എന്താണെന്നറിയില്ല. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് അറിയില്ല. എന്താണ് മിൽക്ക് ടീത്ത്? മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പല്ല് കുഞ്ഞിന്, ദാറ്റ് ഈസ് ടെമ്പററി ആണ്. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് പല്ല് വരും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇപ്പം താഴെ ഉള്ള പല്ലാണ് യൂഷ്വലി വരുന്നത്. 20 എണ്ണം ഉണ്ടാവും ഈ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. പാൽ പല്ലെന്നും പറയും. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പല്ലുകൾ വരുന്നത്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അത് സ്പീച്ച് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം കഴിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ അത് ഇപ്പോൾ പല്ല് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പല കുട്ടികളുടെയും സംശയം, അമ്മമാരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല്ല് വന്നു കഴിഞ്ഞാൽ 1-2 പല്ലുള്ളെങ്കിൽ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കര സംശയം. നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹലോ. നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എന്റെ കുഞ്ഞിന് 4 മാസമുള്ളപ്പോ പല്ല് വന്നു. അത് കഴിഞ്ഞിട്ട് അവന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. വെള്ളം 2 ടീസ്പൂണൊക്കെ കുടിക്കാൻ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും അവന്റെ മുകളിലെ 4 പല്ലും മഞ്ഞ കളറായി. പക്ഷെ താഴത്തെ പല്ലുകൾക്കൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല. രാത്രി ഫീഡിങ് ഉണ്ടോ മോനെ? രാത്രി ഫുൾ ടൈം പാൽ കുടിക്കല പണി. അത് കുറച്ച് കുറക്കണം. പിന്നെ ബോട്ടിൽ ഫീഡിങ് ഉണ്ടോ? ഇല്ല, ബോട്ടിൽ ഫീഡിങ് ഇല്ല. അപ്പോൾ രാത്രി ഫീഡ് ചെയ്യുന്ന കുറച്ച് കുറക്കാം. പിന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പല്ല് ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. പല്ല് വരുമ്പം തന്നെ ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് വിരലിൽ ചുറ്റി അത് വെച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറൊക്കെ ശരിയാവും. പല്ല് കേട് വരാതെ നോക്കാം. ഓക്കെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. സംസാരിക്കാം. ഡോക്ടർ, എന്റെ മകന്റെ പല്ല് 1 വർഷം മുമ്പ് വീണ് പൊട്ടിയിരുന്നു. പൊട്ടിയത് 5 വയസ്സോ? അതെ. പറയൂ. അതിന്റെ ശേഷം കുട്ടി പല്ല് പൊട്ടുന്നില്ല, അത് പിന്നെ പൊരിയുന്നില്ല. അങ്ങനെ അത് ഡോക്ടറെ കാണിച്ചത് പറിച്ചെടുക്കുക ചെയ്തത്. അപ്പൊ അവിടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ നല്ലൊരു ഗ്യാപ്പ് കാണുന്നു. 2 പല്ലിന്റെ അടുത്ത് നല്ലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. 5 വയസ്സുള്ള കുട്ടിയല്ലേ? 5 വയസ്സുള്ള കുട്ടി. ഇപ്പൊ 5 വയസ്സല്ലേ? അപ്പം പല്ല് വരാറായിട്ടില്ല. താഴെയുള്ള 6 വയസ്സായി. 6 വയസ്സായി. ഒരു 7-8 വയസ്സാവും ചില കുട്ടികൾക്ക് പല്ല് വരാൻ, മേലത്തെ ഫ്രണ്ടിലത്തെ പല്ല് വരാൻ. അപ്പൊ അത് വലിയ ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കീറൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വരും.
ഡോക്ടർ ഇപ്പോൾ നേരത്തെ മറ്റേ കോളർ ചോദിച്ച പോലെ കുട്ടികളുടെ പല്ലിൻ്റെ ക്ലീനിങ് എപ്പോൾ തുടങ്ങണം എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ്. കാരണം ഒരു പല്ല് അല്ലെങ്കിൽ 2 പല്ലൊക്കെ ഉള്ളപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടൊന്നും പറയാം. പല്ല് വരുന്നതിന് മുമ്പേ ക്ലീൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോണ മോണ മാത്രമായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം ഒരാഴ്ച പ്രായമുള്ള ബേബീനെ വരെ മോണകൾ ക്ലീൻ ചെയ്യുക. ഒരു വെറ്റ് ക്ലോത്ത്, ഒരു നല്ല വൃത്തിയുള്ള വെറ്റ് ക്ലോത്ത് വെച്ച് ഒരു ഡെയിലി വൺസ് എങ്കിലും ക്ലീൻ ചെയ്യാം. പിന്നെ പല്ല് വരാൻ തുടങ്ങുമ്പം ഒരു വൺസ് ഓർ ട്വൈസ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുക ക്ലീനിങ്. പല്ല് നല്ലപോലെ വന്നു കഴിഞ്ഞാൽ ഈ സിലിക്കോൺ ടിപ്സ് കിട്ടും, ഫിംഗറിൽ വിരലിടുന്ന ടിപ്സ് കിട്ടും, അത് വെച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങുക. അത് കഴിഞ്ഞ് പ്രോഗ്രസീവ്ലി മറ്റേ ബ്രഷ് മാറ്റി അതിനനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെയാണ് ഈ ബ്രഷ് ഏത് ഉപയോഗിക്കണം, എപ്പോൾ മുതൽ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ള സംശയങ്ങൾ. ഓക്കെ, ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പല്ല് വന്ന് ഫുള്ളായിട്ട് മുളച്ച് വന്നു കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതിനു മുമ്പേ ഈ പറഞ്ഞ മാതിരി സിലിക്കോൺ ബ്രഷസ് കിട്ടും വിരലിടുന്നത്, അത് വെച്ച് ചെയ്യാം. കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യുമ്പം മടിയിൽ കിടത്തിയിട്ട് നല്ല സപ്പോർട്ടിലൂടെ ബ്രഷ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ടൂത്ത് ബ്രഷ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ കൊച്ചുകുട്ടികൾ? അതെ, ടൂത്ത് ബ്രഷിൻ്റെ ഹെഡ് സൈസ്, അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം വായിൽ കൊള്ളുന്ന സൈസ് ആയിരിക്കണം. മീൻസ് ഈസി ടു ക്ലീൻ ആയിരിക്കണം. ആ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിടിക്കാനുള്ള പ്രായമാകുമ്പോൾ അതിനൊരു ഗ്രാസ്പ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് പിടിക്കാൻ നല്ല സൗകര്യമുള്ള ടൈപ്പ് ഹാൻഡിൽസ് ഉള്ള ബ്രഷസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. കാണാനും ഭംഗിയുള്ള, കാണാനും അട്രാക്റ്റീവ് ആയിട്ടുള്ള. പിന്നെ മോട്ടറൈസ്ഡ് ബ്രഷസും ഉണ്ട്. അതിപ്പം ചില കുട്ടികൾക്ക് ആ ഡെക്സ്റ്ററിറ്റി ഉണ്ടാവില്ല, കൈ വെച്ച് യൂസ് ചെയ്യുക, എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് ഉണ്ടെങ്കിലോ അല്ല കുട്ടികൾക്ക് മടിയാണെങ്കിലും കൂടി ആ സാധനം വെച്ച് മോട്ടറൈസ്ഡ് ആകുമ്പോൾ നല്ല ക്ലീനിങ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. അപ്പോൾ കേടുകൾ കുറയും. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ. ഞാൻ എൻ്റെ മോക്ക് 8 വയസ്സായേ. ഓക്കെ. അപ്പോൾ അവൾക്ക് പല്ല് ഒന്നായിട്ട് ഈ കുറ്റിയാണ്, മുന്നിൽ ഒന്നായിട്ട് കുറ്റി, അണ്ണയിലൊക്കെ പല്ല് കേടാണ്. പക്ഷെ അടന്ന് മുളയ്ക്കുന്നില്ല. ഒരു പല്ലാണ് പോയത്, അത് ഇങ്ങനെ കൂർത്തണ്ട് ഇങ്ങനെ വന്നതാ. പിന്നെ ഈ മോണ കുറച്ച് താന്നും കൊണ്ടുവാണ്. ഓക്കെ. 8 വയസ്സായി എന്നല്ലേ പറഞ്ഞത്? ഏത് മേലത്തെ പല്ലാണോ ഫസ്റ്റ് പോയത്? മേലത്തെ പല്ലാണ് ഈ കുറ്റിയായി കിടക്കുന്നത്. അടിയിൽ അങ്ങനെ കേടില്ല, അണ്ണയിലൊക്കെ കേടുണ്ടെന്നല്ലാതെ മേലത്തെ പല്ല് ഇങ്ങനെ കുറ്റി പോലെയാണ്. അതിപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ലോങ് സ്റ്റാൻഡിങ് ആണ്. ഫസ്റ്റ് ഒന്ന് എക്സ്റേ എടുത്ത് മേലത്തെ ഈ വരാൻ പോകുന്ന പെർമനൻറ്റ് പല്ലിൻ്റെ ഇറപ്റ്റ് ആവാനായോ എന്ന് നോക്കണം ഫസ്റ്റ്. എന്നിട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് പോവാത്ത പല്ല് എടുത്തിട്ട് വെയിറ്റ് ചെയ്താൽ അത് അതിൻ്റെ സമയമാകുമ്പം വരും, പെട്ടെന്ന് തന്നെ വരും മിക്കവാറും. 8 വയസ്സിലാണ് സാധാരണ പല്ല് വരുന്നത് ഫ്രണ്ടിലത്തെ. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്. എൻ്റെ മോന് 5 വയസ്സാണ്. ഇതുവരെ പല്ലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ? ഇല്ല, 5 വയസ്സ് വറി ചെയ്യേണ്ട ഒരു പ്രായമേ അല്ല. ചില കുട്ടികൾക്ക് 7 വയസ്സൊക്കെ ആവും, ചില കുട്ടികൾക്ക് നേരത്തെയും പോകും, 5 വയസ്സിലും പോവാറുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഒരു 2nd സ്റ്റാൻഡേർഡ് എല്ലാം ആകുമ്പോഴത്തേക്ക് പറയുന്ന കുട്ടികളുണ്ട്. അപ്പം അത് നോർമലാണ്. ചിലപ്പോൾ അത് ഫാമിലിയിലായിരിക്കും, നിങ്ങളുടെ ഫാമിലിയിലെ കുട്ടികളെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അത് സീരിയസ് അല്ല, കുഴപ്പമില്ല. കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പല്ലിൻ്റെ ഒരു പ്രശ്നം ഈ പുഴുപ്പല്ലാണ്. അപ്പോൾ പലരും പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് മിഠായി കഴിക്കാൻ പാടില്ല, മധുരം കഴിക്കാൻ പാടില്ല. അപ്പോൾ ചിലർ പറയും നന്നായി മിഠായി കഴിക്കുന്ന കുട്ടിക്ക് ഇത് വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇത്? ശരിക്കും പറഞ്ഞാൽ മധുരം കഴിക്കുന്നതാണോ കേട്, അതോ ക്ലീനിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത്? രണ്ടും കൂടെയുണ്ട്. ഒന്ന് മധുരം കഴിക്കുന്ന ഒരു വലിയൊരു റീസണാണ് ഇപ്പം കേട് കാണുന്നത്. ഇപ്പം വളരെ കൂടുതലാണ് കുട്ടികളിൽ കേട് കാണുന്നത് നേരത്തെ പണ്ടത്തേനേക്കാളും. ബിക്കോസ് ആ ആക്സസിബിലിറ്റി ടു ചോക്ലേറ്റ്സ് ആൻഡ് സ്വീറ്റ്സ്, പേസ്ട്രീസ് എല്ലാം ഭയങ്കര കൂടുതലാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം കൂടുതലാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ക്ലീനിങ്ങും അത്രയും നടക്കുന്നില്ല എന്ന് പറയാം. വിചാരിച്ച മീൻ 2 നേരം പ്രോപ്പർലി ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അത് അഗ്രിവേറ്റഡ് ആയിട്ട് നടക്കും. മധുരം ഒരു പരിധിവരെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? നല്ലപോലെ കുറക്കുന്നത് നല്ലതാണ്. ഒന്നാമത് ഫ്രീക്വൻസിയാണ് കുറക്കേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. ക്വാണ്ടിറ്റി കുഴപ്പമില്ല, ഒരു നേരം ഒരുപാട് കഴിച്ചാലും കുഴപ്പമില്ല. കുറേ പ്രാവശ്യം കുറച്ചായിട്ട് കഴിക്കുന്നത് വളരെ മോശമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ.
ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. പല്ല് പുഴു തിന്നുന്നത് വേറൊരു പ്രശ്നം. ഒരു പല്ല് പുഴു വന്നാൽ അത് അടുത്ത പല്ലുകളിലേക്ക് പകരും എന്നുള്ളൊരു ധാരണയുണ്ട്. അത് ശരിയായ ധാരണയാണോ അതോ തെറ്റിദ്ധാരണയാണോ? ആക്ച്വലി അത് ശരിയായ ധാരണയാണ്. നേരത്തെ വിചാരിച്ചിരുന്നത് അത് പകരില്ല എന്ന്. പക്ഷേ ഒരു ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പല്ല് കേട്. ഡെൻറ്റൽ കേരീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോസ്ഡ് ബൈ ബാക്ടീരിയ. അപ്പം ആ ബാക്ടീരിയ ഉള്ളിടത്തോളം അത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് നല്ലപോലെ അതിന് ഉള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ അത് നല്ലപോലെ വർദ്ധിക്കും, അടുത്ത പല്ലിന് പോവും, അങ്ങനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പല്ലിൽ വന്നാൽ നമ്മളത് അത് ട്രീറ്റ് ചെയ്യണം. അത് അങ്ങനെയാകുമ്പോൾ തടയാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ആ കോള് കട്ടായി. ഡോക്ടർ, ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത്ര പ്രായത്തിൽ നേരത്തെ തുടങ്ങി തന്നെ ബ്രഷ് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന പോലെ ടൂത്ത് ബ്രഷ് കൊടുക്കുക, കുറച്ച് നേരമെങ്കിലും അവർ രാവിലെ അതൊരു ശീലത്തിൻ്റെ ഭാഗമാക്കട്ടെ എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛനമ്മമാർ എത്ര കാലം വരെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? ഇവർ തനിയെ ക്ലീനിങ്ങിന് പ്രാപ്തരാകുന്നത് എപ്പോഴാണെന്നുള്ളത്? ഏകദേശം ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളെ സൂപ്പർവിഷൻ തന്നെ വേണം. അറ്റ്ലീസ്റ്റ് വൺസ്, ഇപ്പോൾ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പേരൻസ്, അച്ഛനമ്മമാർ ബ്രഷ് ചെയ്യാൻ കൂടെ നിന്ന് ചെയ്യിപ്പിക്കണം. പിന്നെ മറ്റേത് ഒരു നേരം സ്വന്തമായിട്ട് ചെയ്ത് കളിയായിട്ടോ ഒരു ഫണ്ണായിട്ട് എടുത്തോട്ടെ. അപ്പോൾ അതാകുമ്പോൾ ഒരു ഹാബിറ്റ് ആവുകയും ചെയ്യും. സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റ് വരും. പിന്നെ ബ്രഷിൻ്റെ കൂടെ പേസ്റ്റും യൂസ് ചെയ്യണം. ടൂത്ത് പേസ്റ്റിന്റെ കാര്യത്തിലും പലപ്പോഴും നമ്മൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവുമോ, അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ലതാണോ? അപ്പോൾ അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ളത് വേണം, അങ്ങനെ വല്ലതും ഉണ്ടോ? കുട്ടികൾക്ക് ഫ്ലോറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റാണ് ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 3 വയസ്സ് വരെ ഫ്ലോറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റും 3 വയസ്സിന് ശേഷം ഒരു നേരം ഫ്ലോറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റും ഒരു നേരം രാത്രിയിൽ ഫ്ലോറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്താൽ ബെസ്റ്റാണ്. അപ്പം കേട് ഒരുപാട് തടയാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ ഒരു നമസ്കാരം പറഞ്ഞോളൂ. നമസ്കാരം. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ, എന്താണ് സംശയം? ഞാന് ഒരു കുട്ടി, നമസ്കാരം. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. എന്റെ കുട്ടിയുടെ പല്ലിന് പല്ല് വാ നിറച്ച് പല്ലാണ്. ആ വാ നിറച്ച് പറഞ്ഞോളൂ. അത് കൂടുതലാണോ, എണ്ണം കൂടുതലാണോ സാധാരണയിൽ നിന്ന്? അതെ, എന്റെ വാ നിറച്ച് പല്ലാണ്, എണ്ണം കൂടുതലാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളർന്നു വന്നേക്കാണ്. അപ്പൊ ആ വളർന്നു വന്നേക്കുന്ന പല്ലുകള് ഇടക്ക് അതൊന്ന് എടുത്ത് കളയണം. കുട്ടിക്കാണെങ്കിൽ 8 വയസ്സ്. അപ്പൊ ഈ പല്ല് ഇപ്പൊ എടുക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയാനാണ് കൊടുത്തത്. 8 വയസ്സാണോ പ്രായം പറഞ്ഞത്? അതെ. അപ്പോൾ പാൽപ്പല്ല് പോവാതെയാണോ എക്സ്ട്രാ പല്ലുണ്ടെന്ന് പറയുന്നത്? പാൽപ്പല്ല് പോയിട്ടില്ല. എന്തോ ആദ്യം വന്ന പല്ലുകൾ പൊഴിഞ്ഞു പോയില്ലേ? ആദ്യം വന്ന പല്ല് കൊഴിഞ്ഞ് അത് പല്ല് അടിന്ന് വളർന്നു വന്നതിന് ശേഷമാണ് മോളിന്ന് പറഞ്ഞു പോയത്. ആദ്യം, അതായത് പല്ല് വന്നു തുടങ്ങി ഓൾറെഡി, അതിനുശേഷമാണ് പറിച്ചു കളഞ്ഞിട്ടുള്ളത്. പലർക്കും നമ്മൾ കാണുന്നത് നിരതെറ്റിയുള്ള പല്ലുകൾ. അത് കുറേയൊക്കെ സെൽഫ് കറക്റ്റിംഗ് ആണ്. കുറേ ശരിയാവാൻ സാധ്യതയുണ്ട്. ശരിയായില്ലെങ്കിൽ ഒരു എന്തെങ്കിലും അപ്ലയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഡോക്ടറെ നേരിട്ട് കാണേണ്ടി വരും, അല്ലാതെ കാണാതെ പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ, എന്റെ പേര് മൂന. ഞാൻ പട്ടാമ്പിക്കടുത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ കുട്ടിക്ക് 3.5 വയസ്സായിരുന്നു. ഞാനിപ്പോ പല്ലിന്റെ അണക്ക പല്ലാണ്, അണക്കണ്ട വരുന്നത്, ലാസ്റ്റ് പല്ലായിട്ടാ വരുന്നത്. അത് പൊട്ട് വന്നു. ഒന്നുകൂടെ പറയോ, ഒന്നുകൂടെ ചോദിക്കോ? ചോദ്യം വ്യക്തമായില്ല. പല്ലാണ് വന്നത്, ലാസ്റ്റ് ഉള്ള പല്ലിനൊരു കുഴി പോലെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന് ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ? തീർച്ചയായും കാണിക്കേണ്ടി വരും. ആ പല്ല് ഒരു 10-11 വയസ്സ് വരെ ആവശ്യമുള്ള പല്ല. അപ്പോൾ ഇപ്പോഴേ ട്രീറ്റ്മെന്റ് എടുത്താലേ അതിന്റെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ കൊഴിഞ്ഞു പോയോ എടുത്ത് കളയേണ്ടിയോ വരും, ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യുക ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ.
ഓക്കെ ഡോക്ടർ, കുട്ടികളിൽ സാധാരണ കാണുന്ന പല്ലുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പുഴുപ്പല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാൻ സാധ്യത? പിന്നെ മോണരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില സിൻഡ്രോംസ് ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ സിൻഡ്രോം, അങ്ങനെ കുറേ ചില സിൻഡ്രോംസിൽ കാണും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ചിലത് ടീത്ത് കുറവായിരിക്കും, നമ്പർ കുറവായിരിക്കും, അതിന് അനോഡോൺഷ്യ എന്നൊക്കെ പറയും, പല്ലുകൾ വരില്ല. പിന്നെ എക്ടോഡെർമൽ ഡിസ്പ്ലേസിയ പോലത്തെ കുറച്ച് ഡിസീസസ് ഉണ്ട്, പല്ലിൻ്റെ ഷേപ്പ് വ്യത്യാസം. അപ്പം അങ്ങനത്തെ വേരിയേഷൻസ് കാണാം. ഡോക്ടർ, ചില കുട്ടികളുടെ പല്ല് ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണാം, പകുതി പുഴുതുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ കഴിച്ച ഏതെങ്കിലും മരുന്നിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് പല്ലിന് ഉണ്ടാവുമോ? അതൊക്കെ പല്ല് ഉണ്ടാവാൻ തുടങ്ങുന്നത് ഗർഭപാത്രത്തിൽ ഏകദേശം ഒരു 5 മാസം ആകുമ്പോഴത്തേക്കന്നെ പല്ല് ഫോം ചെയ്യാൻ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇപ്പം അമ്മയുടെ എന്തെങ്കിലും അസുഖങ്ങൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, മരുന്നുകൾ ഒക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പം സ്റ്റെയിൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ടെട്രാസൈക്ലിൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സ്റ്റെയിൻസ് ഉണ്ടാവും പല്ലിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവതിയും ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ. കുട്ടികൾ വായ തുറന്നു വെച്ചുറങ്ങുന്നത് പല്ല് പൊങ്ങാൻ കാരണമാകുമെന്ന് ഒരു വിഭാഗം പറയുന്നേക്കാം, പക്ഷേ മറ്റൊരു വിഭാഗം പറയാം അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്? ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് അത് ട്രൂ ആണ്. പല്ല് പൊങ്ങി വരും വാ തുറന്നുറങ്ങുമ്പം. ചില കുട്ടികൾക്ക് ആ ഒരു ഹാബിറ്റ് ആവും, വാ തുറന്നിട്ട് ശ്വസിക്കും, മൂക്കിലേക്കൂടി അല്ലാതെ വായിലേക്കൂടി ആയിരിക്കും കൂടുതൽ ശ്വസിക്കുക. അപ്പം പല്ല് പൊങ്ങിയിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതിൻ്റെ ആക്ച്വലി എന്തെങ്കിലും എഡിനോയിഡ്സോ ബ്രീതിങ് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഡിനോയിഡ്സ് ഉണ്ടെങ്കിൽ ഈ പല്ലിന്റെ അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒരു ENT കാണിച്ച് ENT പീഡിയാട്രീഷ്യനെയോ കാണിച്ച് കൺഫേം ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് എടുക്കണം. അപ്പോൾ അത് കറക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. എന്റെ പേര് ലൈല, ഞാൻ മുക്കത്തുനിന്നാ വിളിക്കുന്നത്. ഹലോ, എന്താണ് സംശയം? ടിവിയിൽ ശ്രദ്ധിക്കണ്ട, സംശയം ചോദിച്ചോളൂ. ഹലോ. മോളെ മോന് വേണ്ടിട്ടാ വിളിക്കുന്നത്. മോളുടെ മോന് വേണ്ടിട്ട്. എത്ര വയസ്സായി കുട്ടിക്ക്? 3.5 വയസ്സായി കുട്ടിക്ക്. എന്താണ് പല്ലിന്റെ പ്രശ്നം? പ്രസവിച്ചപ്പം തന്നെ പല്ലുണ്ടായിരുന്നു 2 എണ്ണം പ്രസവിച്ച് തന്നെ. ഇപ്പോഴോ? ഇപ്പൊ എത്ര പല്ല് വന്നു? എന്താണ് സംശയം? പ്രസവിച്ചപ്പോ പല്ലുള്ളത് കുഴപ്പമാണോന്നാണോ? അത് പറിച്ചൊഴിവാക്കിയത്. പറിച്ചു കളഞ്ഞോ? ഇപ്പൊ എന്താണ് സംശയം ഉമ്മയുടെ? പല്ല് വന്നിട്ടില്ല, 3.5 വയസ്സായിട്ട് പല്ല് വന്നിട്ടില്ല. പല്ലിന് വരുവാന്നുള്ളതാണ് അറിയേണ്ടത്. അത് 3.5 വയസ്സിൽ പറിച്ച പല്ല് മിക്കവാറും അത് പാൽപ്പല്ല് തന്നെ ആയിരിക്കും, എക്സ്ട്രാ പല്ലായിരിക്കില്ല. അപ്പം അതിനി വരാൻ സാധ്യതയില്ല. ഇനി ഒരു 6 വയസ്സൊക്കെ ആകുമ്പം താഴത്തെ സ്ഥിരമായിട്ടുള്ള പല്ല് വരും. അപ്പോൾ അതുവരെ വേറെ പല്ലൊന്നും വരാൻ സാധ്യതയില്ല. അപ്പം അതങ്ങനെ ഉണ്ടാവും. പേടിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സമാധാനത്തിന് വേണമെങ്കിൽ അതിനകത്ത് പല്ലുണ്ടെന്ന് നോക്കാൻ പറ്റും. ഡോക്ടർ, പലപ്പോഴും ഈ കുട്ടികളിൽ പല്ലിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇപ്പോഴൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല, ഒരു 18 വയസ്സായിട്ടേ പല്ലിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് പലരും കൊണ്ടുപോകാറുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പല്ല് ഡോക്ടറെ കാണിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, റൂട്ട് കനാൽ തുടങ്ങിയ ട്രീറ്റ്മെന്റ്സ്, ഇതിനൊക്കെ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പാൽപ്പല്ലിൽ വരെ ചെയ്യുന്നുണ്ട്. അധികം ആൾക്കാർക്കും ഒരു സംശയം തോന്നുന്നത് ഈ പല്ല് പോകുമോ, പിന്നെ പോകുന്ന പല്ലല്ലേ, പിന്നെ എന്തിനാ ചെയ്യുന്നത്, അത് എടുത്ത് കളഞ്ഞാൽ പോരെ, അങ്ങനെ കുറേ സംശയങ്ങൾ ഡെയിലി വരുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. പോകുന്ന പല്ലാണെങ്കിലും അത് ആ സ്ഥാനം പിടിച്ചു വെക്കുന്ന അടുത്ത പല്ല് വരാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പല്ല് പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും, ബാക്കിയുള്ള പല്ല് ആ സ്പേസിൽ വരും. അപ്പോൾ കഴിയുന്നിടത്തോളം റൂട്ട് കനാൽ ചെയ്തിട്ടാണെങ്കിലും അതിനെ അവിടെ നിർത്തണം, അതിൻ്റെ സ്ഥാനത്ത് നിർത്തണം. ഏത് ഏജിലും റൂട്ട് കനാൽ ചെയ്യാം? ഏത് ഏജിലും ചെയ്യാം. അതും ചെറിയ ഏജ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ, ബിക്കോസ് അത്രയും വർഷം വേണം അത് പോയി മറ്റേ പല്ല് വരാൻ. അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം.
ഡോക്ടർ, കുട്ടികളിൽ മറ്റൊന്ന് കാണുന്നത് ഈ നിരതെറ്റിയുള്ള പല്ല്, പൊങ്ങി വരുന്ന പല്ലുകൾ, കോമ്പല്ല്. അപ്പം ഒരു പല്ല് എടുത്ത് കളയണമെന്ന് പലപ്പോഴും ഡോക്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് പേടിയാ, ഈ പല്ല് രണ്ടാമത് വന്ന പല്ലായിരിക്കും, ഇത് പോയി കഴിഞ്ഞ് ഇനി വരില്ലല്ലോ എന്നുള്ള പേടി. കൃത്യമായിട്ട് എണ്ണം തികഞ്ഞില്ലെങ്കിൽ പല്ലിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കില്ല. ചിലപ്പം പല്ല് എണ്ണം കറക്റ്റ് ആണെങ്കിലും അതൊരു സ്പേസ് കുറവായിരിക്കും. ജോവിൻ്റെ സ്പേസ്, ഇപ്പം കീഴ്ത്താടി മേൽത്താടി ഉണ്ടല്ലോ, അതിൻ്റെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റായി പറയുന്നത് ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ക്രീപ്പൻസി കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ ക്രൗഡിങ് ഉണ്ടായിട്ട് ബാക്കി പ്രോബ്ലംസ് ഉണ്ടാവുന്നതിനും. ഓക്കെ. ഈ വിസ്ഡം ടൂത്ത് വരാൻ ഒരുപാട് വൈകുമല്ലോ. അപ്പോൾ പലപ്പോഴും എക്സ്റേ എടുക്കാൻ പറയും. അപ്പോൾ പല്ലിന്റെ എക്സ്റേ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് എന്തിനാണ് പല്ലിന്റെ എക്സ്റേ എടുക്കുന്നത്, എന്ത് അറിയാനാണ് എന്നുള്ളൊരു സംശയം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? പല്ലിന്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല്ലുണ്ടോ, ചില വിസ്ഡം ടൂത്ത് പലർക്കും ഇല്ല, ഉണ്ടാവാറില്ല. അപ്പം അതുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, വരാൻ സാധ്യതയുണ്ടോ, ചിലപ്പോൾ അത് കുടുങ്ങി മറ്റേ പല്ലിനെ മുട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ പല്ലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും. ചെറുതായിട്ട് ചിലപ്പം അത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കീറി കൊടുക്കാം. അല്ലെങ്കിൽ അത് എടുത്ത് കളയേണ്ട ഒരുപാട് കേസസ് ഉണ്ട്, എടുത്ത് കളയാൻ വേണ്ടി വരുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാം. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, എന്റെ മോന് 4.5 വയസ്സായപ്പോ മുകളിലത്തെ പല്ല് പോയതാണ്. ഇപ്പൊ മോന് ഒരു 6 വയസ്സ് കഴിഞ്ഞായിരുന്നു. ഇതുവരെ പല്ല് വന്നില്ല, മുകളിലത്തെ പല്ല് വന്നില്ല, താഴെയൊക്കെ പോയിട്ട് വന്നായിരുന്നു. ഓക്കെ. അത് പല്ല് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? അതിന്റെ ഒരു ബൾജ്, ഒരു പൊങ്ങി, ഒരു തടുപ്പ് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ അടുത്തൊരു ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു 9 വയസ്സാവുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. 9 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മോന് മുകളിൽ മാത്രം ആ പല്ലില്ല. അത് വരാൻ സാധ്യതയുണ്ട്. ഒരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് വരാം. ഇപ്പം 6 കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് പേടിക്കാനൊന്നുമില്ല. ഒരു 8 വയസ്സെല്ലാകുമ്പോൾ വരും. 8-9 വയസ്സാകുമ്പോഴത്തേക്ക്, 9 വയസ്സിന് മുന്നേ വരും. ഈ ഒരു സംശയം മിക്കവരിലും കാണുന്ന ഒരു സംശയമാണല്ലോ, എപ്പോൾ വരാൻ വൈകുന്നു എന്നുള്ളത്. ഡോക്ടർ, മറ്റൊന്ന് ഈ ക്ലിപ്പ് ഇടുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുട്ടികളിൽ തന്നെ ക്ലിപ്പ് ഇടാറുണ്ട്, പല്ലിങ്ങനെ പൊങ്ങി വരുന്നത്, ആ ഭംഗി ഒഴിവാക്കാൻ. അപ്പൊ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? നേരത്തെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ക്ലിപ്പ് ഇടുന്നത് പല വിധത്തിലുണ്ട്. ഇപ്പം എല്ലിനുള്ള പ്രോബ്ലംസ്, ഇപ്പം ചിലപ്പം താടി പൊന്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ മേലത്തെ ഭാഗം പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഓർത്തോപീഡിക് അപ്ലയൻസസ് എന്ന് പറയും. അത് ചെറിയ പ്രായത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ വളർച്ച ഉള്ളപ്പം, മീൻസ് ആ വളർച്ച ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. അപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അത് വലുതായി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ക്ലിപ്പ് ഇടുന്നത് പെർമനൻറ്റ് പല്ലുകളെല്ലാം വന്നതിന് ശേഷമാണ് യൂഷ്വലി ചെയ്യുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.